ഇന്ന് പ്രാർത്ഥിച്ചു, വിഷയത്തിന് മറുപടി കിട്ടിയില്ല, അത് പഴകിപ്പോയിട്ടില്ല. 5 വർഷമുള്ള പ്രാർത്ഥന പഴകിപ്പോയിട്ടില്ല കേട്ടോ. അങ്ങനെയെങ്കിൽ 38 വർഷമായി കിടക്കുന്നവന്റെ പ്രാർത്ഥന പഴകിപ്പോകുമായിരുന്നു. അവൻ 1-2 വർഷം കൊണ്ട് പ്രാർത്ഥിച്ചതല്ല, 38 വർഷം. 38 വർഷമായിട്ടും സ്ഥലം വിട്ടു മാറിയിട്ടില്ല. അവൻ അവിടെ ഇരുന്നു, അവിടെ കിടന്നു. ദൈവം വിടുവിച്ചാൽ വിടുവിച്ചില്ലെങ്കിലും ആ ഒറ്റ വാക്കിന്റെ മുമ്പിലാണ് കർത്താവ് അവിടെ ഇറങ്ങി നിന്നത്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, ദൈവത്തിന് നമ്മോട് ചില ആലോചന പറയാനുണ്ട്. സ്തോത്രം. നോക്കൂ, ചില മാസങ്ങളായി, ചില വർഷങ്ങളായി ഈ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു ഭൂതാത്മാവിനെ പുറത്താക്കാൻ യേശു കർത്താവ് അവിടെ വന്നിരിക്കുക. നോക്കിയേ, ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരാം. കുറച്ചുകൂടെ ആമേൻ മനോഹരമായ അടുത്തൊരു ചിന്തയിലേക്ക്. ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം മുതൽ 43 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ 38-ാമത്തെ വാക്യവും 39-ാമത്തെ വാക്യവും വായിച്ചേ. കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു, ഗുരു, എന്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ എനിക്ക് ഏകജാതനാകുന്നു. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവെ നിലവിളിക്കുന്നു. അതവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു. പിന്നെ അവനെ ഞെട്ടിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. കൂട്ടത്തിൽ ഒരു മനുഷ്യൻ, അവിടെ ഒരു ആൾക്കൂട്ടമുണ്ട്, പുരുഷാരമുണ്ട്. ഇവിടെ കൂട്ടത്തിൽ ഒരാൾ നിലവിളിച്ച്, ഗുരു, എന്റെ മകന് ആമേൻ കടാക്ഷിക്കണമേ. അവിടെ എന്താ വായിച്ചെന്നറിയാമോ? കരുണ ഉണ്ടാകണമേ. ഇവിടെ കടാക്ഷിക്കണമേ. ഗുരു, അവിടെ കർത്താവേ എന്റെ മകനെ. വ്യത്യാസം കണ്ടോ? വിളിയുടെ വ്യത്യാസം കണ്ടോ? അവിടെ കർത്താവേ എന്ന് വിളിച്ചപ്പോ ഇവിടെ വിളിച്ചത് ഗുരു. ഈ രാത്രി ദൈവത്തിന്റെ മുൻപിലേക്കിരിക്കുന്ന ദൈവകുഞ്ഞ്, ഓരോ ദിവസവും കഴിയും തോറും നിന്റെ പ്രാർത്ഥനയുടെ ശൈലികൾ മാറണം. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വരണം. എന്നും മുളവും കടുകും ഉരുളക്കിഴങ്ങും ചക്കക്കുരുവും കപ്പയും കപ്പപ്പുഴുക്കും ചക്കപ്പുഴുക്കും വേണ്ടി പ്രാർത്ഥിക്കണ്ട. ശൈലി മാറട്ടെ, പ്രാർത്ഥനയുടെ ആഴം മാറട്ടെ. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന്, പ്രാർത്ഥനയ്ക്ക് അതിന്റെ വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഇന്ന് രാത്രി മറുപടി ഉണ്ട്, ഉറപ്പായും. ആൾക്കൂട്ടം പ്രശ്നമല്ല, ചുറ്റുപാട് പ്രശ്നമല്ല, ആമേൻ, വിദ്യാഭ്യാസം പ്രശ്നമല്ല. എന്താ ഡിഗ്രി ഒന്നും പ്രശ്നമല്ലെന്നേ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുമാറ് പോഷത്വമുള്ളതിനെ കർത്താവ് തെരഞ്ഞെടുത്തു. ജ്ഞാനികൾ നോക്കി നിൽക്കുമ്പോൾ 2ാം ക്ലാസ് പോലും പഠിക്കാത്ത, സ്കൂളിന്റെ വരാന്ത പോലും കാണാത്ത വ്യക്തി, ആമേൻ, ഡോക്ടർമാർക്ക് ക്ലാസ് എടുക്കുക വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ. വലതും പിടികിട്ടിയ മറന്നു പോകരുത്. ഡിഗ്രി എല്ലാം സൂക്കേഴ്സിനകത്ത് പൂട്ടിവെക്കാനുള്ളതാ. പക്ഷെ ദൈവകൃപ, അഭിഷേകം ഡിഗ്രി നോക്കി തരുന്നതല്ല. മുട്ടുമടക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന ദൈവ പൈതലിന് വേണ്ടി പ്രവർത്തിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. ഡിഗ്രി നോക്കിയായിരുന്നെങ്കിൽ കർത്താവ് കഴുതപ്പുറത്തെ വരൂ, കുതിരപ്പുറത്ത് വരേണ്ട കർത്താവ്. ആമേൻ. സെക്രിയാവിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോ, ആമേൻ, സെക്രിയാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ കർത്താവ് അവിടെ കഴുതപ്പുറത്ത് വന്നു. കഴുതപ്പുറത്ത് വന്നപ്പോ ഹോശന്ന ഹോശന്ന എന്ന് നിലവിളിക്കുമ്പോഴും, ഒന്ന്, അതുവരെ ചള്ളയ്ക്കകത്ത് ചവിട്ടിക്കൊണ്ട് നടന്ന കഴുതയുടെ കാൽപാത ഊന്നുന്ന സ്ഥലത്ത് എന്ത് വീണെന്നറിയാമോ? മരച്ചില്ലകളും ആമേൻ നല്ല വിരിപ്പുകളും. ആ കഴുതയുടെ കാൽപാദം നിലത്ത് തൊടാതിരിക്കാൻ, നിലത്ത് തൊടാൻ പാടില്ല. ആ തലത്തിൽ ആമേൻ ആമേൻ ജെറുസലേമിലെ വ്യക്തികൾ ആർപ്പോടെ വിളിച്ചു. കാരണമുണ്ട്. കഴുതയുടെ പുറത്തിരിക്കുന്നത് ആരെന്നറിയാമോ? ലോകരക്ഷിതാവ് കഴുതയുടെ മണ്ടയ്ക്ക് കയറിയപ്പോൾ കഴുതയുടെ തല ഒന്ന് കുനിയുവാനിടയായി. ഇന്ന് രാത്രി എവിടെയെല്ലാം നീ തല കുനിക്കപ്പെടുമോ അവിടെ കർത്താവിനെ ഉയർത്തിക്കാണും. സ്തോത്രം.
ഇന്ന് രാത്രിയിൽ അയ്യോ ആമേൻ, സമൂഹത്തിൽ തല കുനിക്കപ്പെട്ടല്ലോ, പേടിക്കണ്ട. നിന്റെ തല കുനിക്കപ്പെട്ടത് കൊണ്ട് അവർ ക്രിസ്തുവിനെ കണ്ടു. ഓ, കഴുതയുടെ തല കുനിക്കപ്പെട്ടത് കൊണ്ട് അവന്റെ മുതുകത്തിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടു. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, ദേശത്തിൽ തല കുനിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മണ്ടയ്ക്കിരിക്കുന്ന നിന്നെ നയിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ ലോകം നോക്കി നിൽക്കേ, ദേശം നോക്കി നിൽക്കേ, സമൂഹം നോക്കി നിൽക്കേ. ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ വ്യക്തമായിട്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ദൈവം ശക്തൻ. ഇവിടെ വിളിച്ചത് കേട്ടോ? ആമേൻ. പ്രൈസ്. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ച്, ഗുരു ആമേ, എന്റെ മകനെ കടാക്ഷിക്കണമേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, അവൻ എനിക്ക് ഏകജാതനായ മകൻ. സ്തോത്രം. അവൻ എനിക്ക് ഏകജാതനാകുന്നു. ആമേൻ. അവനല്ലാതെ എനിക്ക് മറ്റാരുമില്ല. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞിനൊരു വിഷയം വന്നു കഴിഞ്ഞാൽ, ആമേൻ, ഞാനിപ്പോ വിശ്വസിക്കുന്നു, ആമേ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരു ഭാഗം ഇതാണ്. ആമേ, സ്തോത്രം. ഒരു മാതാവിനും ഒരു പിതാവിനും, ആമേ, സ്തോത്രം, ഒരു കുഞ്ഞിനേക്കാൾ ഏറ്റവും വലുത്, ആമേൻ, അവരുടെ ഹസ്ബൻഡിനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഭാര്യയെയാണ്. സ്തോത്രം. അത് 1000-ൽ ചിലപ്പോ 10,000-ൽ ചിലപ്പോ ഒന്നൊക്കെ കാണൂ കേട്ടോ, 1-2. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രിയിൽ, ആമേൻ, സ്തോത്രം, നിങ്ങൾ ഈ രാത്രിയിൽ വചനത്തിലേക്ക് ചിന്തയെ കൊണ്ടുവരുമ്പോൾ, സ്തോത്രം, നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ കൊണ്ടുവരുമ്പോൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ഇതിനകത്ത് അവൻ ഒരു പിതാവിന്റെ നിലവിളി. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില പിതാക്കന്മാർ തലമുറയ്ക്ക് വേണ്ടി കരയേണ്ട നാളുകൾ അതിക്രമിച്ചിരിക്കുന്നു. പിതാക്കന്മാർ തലമുറയ്ക്ക് വേണ്ടി കരയേണ്ട നാളുകൾ അതിക്രമിച്ചിരിക്കുന്നു എന്ന് രാത്രി തമ്പുരാൻ വിളിച്ചു പറയുന്നു. എന്നെ കേൾക്കുന്ന പിതാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി തലമുറയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പിതാക്കന്മാർക്ക് അധികാരമുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു അഭിഷേകത്തിന്റെ കൈവയ്പൊന്നും വേണ്ട. വേണോ തങ്കമേന്റി? വേണോ? വേണോ ദിനേശ് ബ്രദറെ? വേണോ? വേണോ? വേണ്ട. അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് വേണ്ടി, ആമേൻ, നിങ്ങൾക്കൊരു അധികാരമുണ്ട്. അപ്പന് അധികാരമുണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇപ്പൊ ഭർത്താവിന് സുഖമില്ലെങ്കിൽ ഭാര്യയ്ക്ക് ഉറപ്പായിട്ടും തലേ കൈവച്ച് പ്രാർത്ഥിക്കാം. കാരണം, ആമേൻ, സ്തോത്രം, ഇണയല്ല, പിന്നെ ആരാ? തുണ. പ്രൈസ് ദി ലോർഡ്. ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാൻ തലേ കൈവച്ച്. ആമേൻ. ഇപ്പൊ ഭാര്യയ്ക്ക് സുഖമില്ലെങ്കിൽ ഭർത്താവിനും പ്രാർത്ഥിക്കാം. ആമേൻ. ശാസിക്കാതിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അധികാരത്തോടെ പ്രാർത്ഥിച്ച് ശാസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി, ആമേൻ, ഇന്ന് പകലില് ഒരാളിനോട് സംസാരിച്ചു, ആമേൻ, ദൈവദാസനെ, ആമേൻ, എന്റെ ഭർത്താവിന് സുഖമില്ല, എന്റെ ഭാര്യയ്ക്ക് സുഖമില്ല, ആമേൻ, സ്തോത്രം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അതെന്റെ എന്റെ ഭാര്യയ്ക്ക് വളരെ സുഖമില്ല, ആമേൻ, ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നെങ്കിൽ കൊള്ളായിരുന്നു. ആരും ഇല്ല അടുത്ത്. ഇല്ല, എല്ലാവരും പള്ളിയിൽ പോയി. ഒരു കാര്യം ചെയ്തേ, അല്പം വെള്ളം എടുത്ത് കൊണ്ട് നേരെ നിൽക്കുന്ന ഭാര്യ എടുത്ത് എന്നിട്ട് ആ തലയിൽ കൈവച്ച്, ആമേൻ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈ വെള്ളം കുടിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. അയ്യോ, ഭയങ്കര പനിയാ. ആമേൻ. ഈ വെള്ളം കുടിക്കാൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ വെള്ളം പ്രാർത്ഥിച്ച് കുടിക്കാൻ കൊടുത്തു. സ്തോത്രം. ശ്രദ്ധിക്കൂ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചോ പറയാ, ആമ ഇപ്പൊ നല്ലവണ്ണം ഉറങ്ങുകയാണ്, നല്ല ശരീരമൊക്കെ വേശർത്ത് നല്ലവണ്ണം ഉറങ്ങുക. ഞാൻ പറയട്ടെ, അവിടെ ഒരു പ്രവാചകന്റെ ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ. അവിടെ അവൻ സഭയിലെ പുരോഹിതന് ഓടി വന്നില്ല എന്ന് ഭാരപ്പെടെന്ന് വേണ്ട. അവിടെ ഒന്ന് നീ പ്രാർത്ഥിക്കുന്നേ, ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ. ഈ പിതാവ് ആ കാലഘട്ടങ്ങളിലെ ഓടി വന്ന് കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് പറയുന്ന ഒരു വാക്ക് കേട്ടോ, എന്റെ മകനെ നീ എന്ത് ചെയ്യണം? കടാക്ഷിക്കണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ കടാക്ഷത്തിന് വേണ്ടി ആരെങ്കിലും ഈ രാത്രി സ്തോത്രം പറഞ്ഞിരിക്കുന്നെങ്കിൽ അവരോടൊന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഇല്ല, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്ന് രാത്രി ദേശം നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, ദേശത്തിൽ നിന്റെ തല ഉയർത്തുവാൻ ഒരു ദൈവം ഇന്ന് രാത്രി കടന്നു വന്നിട്ടുണ്ട്. ആ ദൈവത്തെ ഓർത്ത് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തോ. നിന്റെ കുടുംബത്തിനകത്ത് കർത്താവ് കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്തെന്താ 39 വാക്യം വായിച്ചത്? ആമേൻ. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട്
അവൻ പ്രൈസ് ദി ലോർഡ് പൊടി നിലവേ അവൻ നിലവിളിക്കുന്നു. അത് അവനെ നുരച്ച് പിടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, പിന്നെ അവൻ പ്രൈസ് ദി ലോർഡ് ഞെട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ അവന് ഒരു ഞെട്ടലോടെ പ്രൈസ് ദി ലോർഡ് പേടിച്ച്. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ, എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും, ചിലപ്പോൾ ഒരു സ്വതന്ത്ര പ്രയാസത്തോടെ അല്ലെങ്കിൽ ഒരു വേദനയോടെ വന്നാലും ഭാരപ്പെടേണ്ട കേട്ടോ. കർത്താവിലേക്ക് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് കർത്താവ് മറുപടി തരാതെ പോകത്തില്ല. സ്തോത്രം. ആ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ വാക്യം താഴോട്ട് വായിക്കാമോ? 43 വരെ ഒന്ന് വായിക്കാമോ? 40, 41, 42, 43, 42 വാക്യം. അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പ്രൈസ് ദി ലോർഡ് പിടിച്ചിട്ട് യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു. ബാലൻ സൗഖ്യമായി അപ്പനെ ഏൽപ്പിച്ചു. ഇന്ന് രാത്രി ചില സൗഖ്യങ്ങൾ കുടുംബത്തിൽ മാത്രമല്ല, സഭയ്ക്കകത്തും സൗഖ്യങ്ങൾ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നാം ഇരിക്കുന്ന ഭവനത്തിനകത്ത് മാത്രമല്ല, ദേശത്തിലും സൗഖ്യം വെളിപ്പെടണം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വിഷയം എത്ര വലുതാണെങ്കിലും അതിനകത്തും പ്രവർത്തിപ്പാൻ ദൈവം ശക്തൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇന്നലെ രാത്രിയിൽ ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, മോളെ നീ എന്താ പേടിച്ചിരിക്കുന്നേ? ഞാൻ പേടിച്ചു പോയി അങ്കിളെ. റോഡിൽ കിടന്ന സ്ലാപ്പിൽ തട്ടി ഞാൻ കമന്ന് ഞാൻ റോട്ടിലേക്ക് വീഴുമ്പോൾ സ്തോത്രം, ഞാൻ പേടിച്ചു പോയി. എന്നാൽ ഇന്ന് രാത്രി ചില ഭയത്തോടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടെങ്കിൽ ഈ രാത്രി ദൈവം പറയുന്നു, നീ പേടിക്കണ്ട, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവമൈതലേ, ഈ രാത്രിയിൽ ദൈവാത്മാവ് ഈ വചനം ചിന്തിക്കുമ്പോൾ തന്നെ അതിന്റെ 43 വാക്യം പറയുന്നു, എല്ലാവരും ദൈവത്തെ മഹിമപ്പെടുത്തിയെങ്കിൽ വിസ്മയിച്ച് യേശു ചെയ്തതിലൊക്കെയും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുവീൻ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, അല്പനിമിഷം കഴിയുമ്പോൾ എന്നെ ഇവരെല്ലാം ആരൊക്കെയൊന്നല്ല, എനിക്കറിയാം എന്നെ ഒറ്റ കൊടുക്കുന്നവൻ ആരാണെന്ന് കൃത്യമായും കർത്താവ് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞില്ലേ? കൃത്യമായി പറഞ്ഞു. ഒറ്റ കൊടുക്കുന്ന ആരെന്ന് യേശു കൃത്യമായി പറഞ്ഞു. സ്തോത്രം. ഞാൻ കുറച്ച് സമയം കഴിയുമ്പോൾ എന്നെ ചിലർ പിടിച്ചു കെട്ടും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മുന്നോടിയായി ഒന്ന് പറയുക, നിങ്ങളൊന്ന് മൗനം പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഈ 26 അത്ഭുതത്തിലേക്ക് വരുമ്പോൾ, വായിച്ചേ, 27 അത്ഭുതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് ഇതുവരെ ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത ഒരു അത്ഭുതം കർത്താവ് ചെയ്തു. കർത്താവ് എപ്പോഴും ചെയ്യുന്നതെന്നറിയാമോ? കർത്താവ് എന്താ പറഞ്ഞ? അധ്വാനിക്കുന്നവരും പിന്നെ ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അധ്വാനികളെ ചേർത്ത് നിർത്തുന്ന ദൈവമാ കേട്ടോ. ഹല്ലേലൂയ. നിന്റെ അധ്വാന ഫലത്തിന് നന്മയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ അധ്വാനത്തിന് ഈ ഭൂമി മറുപടി തന്നില്ലെങ്കിലും സ്വർഗം നിനക്ക് മറുപടി തരും. അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതല്ലേ അധ്വാനിക്കുന്നവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞത്. നിങ്ങൾ ഇനി മീനിനെ പിടിക്കുന്നവരായിട്ടല്ല, പിന്നെയോ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരായിത്തീരും. അത് വേറൊരു ജോലി അവരെ ഏൽപ്പിച്ചത്. എന്നാൽ ഇതൊരു മീൻപിടുത്തമാണ്. നോക്കിയ 26 അത്ഭുതത്തിലേക്ക് ഒരു മത്തായി സുവിശേഷം 17 അധ്യായം അതിന്റെ 24 മുതൽ പ്രൈസ് ദി ലോർഡ് 27 വരെയുള്ള വാക്യം വായിച്ചേ. 24 മുതൽ 27, 17 അധ്യായം തന്നെ 24 മുതൽ 27 വരെ ഒന്ന് വായിച്ചേ. ഭൂമിയിലെത്തിയാറെ ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ്വ് എന്നവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന്
അന്യരോട് എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക. അതിന്റെ വായ തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നീ ഒരു കാര്യം ചെയ്യണം. എനിക്കും കരമടയ്ക്കാനുണ്ട്, നിനക്കും കരമടയ്ക്കാനുണ്ട്. ആമേൻ. എനിക്കും കരമടയ്ക്കണം, നിനക്കും കരമടയ്ക്കണം. കരമടയ്ക്കാനുള്ള ആൾക്കാരൊക്കെ വന്ന് നിൽക്കുക. യേശുവിനോട് പറയുക, ഞാൻ എന്ത് ചെയ്യണം? യേശുവിന് കാര്യമുണ്ട്. നീ ചൂണ്ടലും എടുത്തുകൊണ്ട് കടലിൽ പോയിരിക്കേ. ഒറ്റ വാക്കുകൊണ്ടല്ല ഉളവാക്കുന്ന കർത്താവാ. പിന്നെ എന്തുകൊണ്ടാ ചൂണ്ടലെടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞേ? നീ അവിടെ പോയിരിക്കേ. ആമേൻ. നീ ആദ്യം പിടിക്കുന്ന, നിന്റെ ചൂണ്ടലിൽ ആദ്യം കൊത്തുന്ന മീന്, അതിൻ്റെ വായ്ക്കകത്ത് നിനക്കും എനിക്കും കരമടയ്ക്കേണ്ടത് അതിനകത്തിരിപ്പുണ്ട്. സ്തോത്രം. ആ ചതുർബ്രഹ്മ പണമെടുത്ത് നിന്റെ ആവശ്യവും എൻ്റെ ആവശ്യവും നടത്താനുള്ളത് അതിനകത്തിരിപ്പുണ്ട്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ആവശ്യം കർത്താവിൻ്റെയും കൂടെ ആവശ്യമാ. സ്തോത്രം. നിന്റെ വിഷയം കർത്താവിൻ്റെയും കൂടെ വിഷയമാ. ഹല്ലേലൂയ. കർത്താവിന് പൈസ കൊടുത്ത് അടയ്ക്കാനില്ലാത്തത് കൊണ്ട് ഈ പത്രോസിനോട് കർത്താവ് പറയുക, നീ അവിടെ പോയിരിക്കെ, കടലിൽ പോയിരിക്കെ, നീ അതിനെ എടുത്ത് ആ വായ്ക്കകത്ത് ഞാൻ വച്ചിട്ടുണ്ട്. എൻ്റെ ദൈവ പൈതലേ, സ്തോത്രം. എൻ്റെ കർത്താവേ, പ്രൈസ് ദി ലോർഡ്. ഏതെല്ലാം നിലയിലെന്നറിയാമോ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നത്? ആമേൻ. നോയിക്കേ, ഒരു കാക്കയെ കൊണ്ടുവന്ന് ഏലിയാവിനെ പോഷിപ്പിച്ച എൻ്റെ ദൈവം, ഹല്ലേലൂയ, ഒരു ഭരണി എണ്ണ കൊണ്ട് ഒരു വീട്ടിലെ കടഭാരത്തെ മാറ്റിയ ദൈവം, പ്രൈസ് ദി ലോർഡ്. ഒരു പിടി മാവ് കൊണ്ട് 2 കുഞ്ഞുങ്ങളുടെയും ആ കർത്തദാസുടെയും മരണത്തെ മാറ്റിയ ദൈവം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിന് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഈ രാത്രി അറിയാം. അത് കർത്താവ് ഭംഗിയായി ചെയ്യും. അധ്വാനിക്കാൻ നീ സ്തോത്രം മുമ്പിലോട്ട് വരികയാണെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തുള്ള ശൂന്യതകളെ പണിയാൻ എൻ്റെ കർത്താവ് സർവശക്തൻ. ഹല്ലേലൂയ. ആമേൻ. നോയിക്കേ, എത്ര അതിമനോഹരമായ ഒരു ദൂതൻ. നോയിക്കേ, നീ ഒരു കാര്യം ചെയ്തേ, അവിടെ പോയി ഇരിക്ക്, ഞാൻ നിന്നോട് പറയാം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവം പറയുന്ന അടുത്തിരിക്കാത്തത് കൊണ്ട് ചില വേദനകളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഏറി വരുമ്പോഴും ഭാരപ്പെടണ്ട. നീ എന്നും നിന്ദിക്കപ്പെട്ടു പോകത്തില്ല. എന്നും നീ നിന്ദിതയായോ പോകത്തില്ല. ഒരു നാൾ തമ്പുരാൻ നിന്നെ പുറത്തെടുക്കും. അന്ന് ലോകം നിന്നെ അറിയുമെന്ന് ഇന്ന് രാത്രി നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അന്ന് എല്ലാവരും നിന്നെ അറിയും. ഇന്ന് നിന്നെ കൂകി വിളിക്കുന്നവർ അന്ന് നിന്നെ കാണുമ്പോൾ കൈതട്ടും. ഹല്ലേലൂയ. ഇന്ന് നിന്നെ മാറ്റി നിർത്തി പുച്ഛിക്കുന്നവർ അന്ന് നിന്നെ കൈതട്ടി സ്വീകരിക്കുമെന്ന് ഇന്ന് രാത്രി നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി കഴിയും? ഹല്ലേലൂയ. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഇന്ന് രാത്രി ഓർത്താൽ മിണ്ടാതിരിക്കാൻ കഴിയില്ല ദൈവ പൈതലേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ കേട്ട വാർത്ത, കേവലം ഒരു ഗ്യാസ് എന്ന് പറഞ്ഞ ഒരു ഞങ്ങളുടെ ഒരു സഹോദരനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നത് 6 മണിക്ക് ഡെഡ് ബോഡി ആയിട്ടാ വന്നത്. ഹല്ലേലൂയ. ബുധനാഴ്ച അതിന്റെ ശവസംസ്കാരമാ. ഞാൻ പറയട്ടെ, നൂറുകണക്കിന് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നില്ലേ? അവിടെ എല്ലാം ദൈവം നമ്മെ സൂക്ഷിച്ചില്ലേ? എന്തുകൊണ്ടെന്നറിയാമോ? ദൈവസന്നിധിയിൽ കരയുന്നതും പ്രാർത്ഥിക്കുന്നതുമായ വിഷയത്തിന് മറുപടി ഉണ്ടെന്ന് ഇന്ന് രാത്രി ഓർത്തോ. ഈ രാത്രി എത്രത്തോളം നിന്നെ പരിഹസിക്കുമോ അത്രത്തോളം നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നോയിക്കേ, സ്തോത്രം. ഇതിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ 26 ഇങ്ങനെ പറയുന്നു, ആ ബാലിന് സൗഖ്യം കിട്ടാൻ
കർത്താവിന്റെ മുൻപിൽ അപേക്ഷിക്കുന്ന നിലവിളിക്കുന്ന ഒരു പിതാവിനെ കാണാൻ കഴിയുന്നു. ദൈവ പൈതലേ, നിന്റെ നിലവിളി ഒരിക്കലും വെറുതെ അല്ല കേട്ടോ. ആരെല്ലാം കരഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ദൈവം മാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരെല്ലാം കരഞ്ഞിട്ടുണ്ടോ അവരെല്ലാവരുമാണ് ഈ സ്ക്രീനകത്തിരിക്കുന്നത്. ദൈവം എല്ലാവരെയും മാനിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഉറപ്പായിട്ട് നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. നിന്നെ ഉയർത്തുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. നിന്നെ അടുത്തു വന്ന് നിന്നെ സ്പർശിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് രാത്രി നീ മറന്നു പോകണ്ട. നിന്റെ വിഷയങ്ങൾ ആരും ഏറ്റെടുത്തില്ലെങ്കിലും സ്വർഗം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആമേൻ, സ്തോത്രം. നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ സ്തോത്രം, അതിന് മറുപടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മുട്ടുമടക്കിയാൽ ഉറപ്പായിട്ടും മറുപടി ആ വിഷയത്തിന്. സ്തോത്രം. മറുപടി തരാതെ പോകുന്ന ദൈവമല്ല, മറുപടി ഇല്ലാത്ത ദൈവമല്ല നമ്മുടെ ദൈവം. ഏത് വിഷയത്തിന് മുമ്പിൽ മുട്ടുമടക്കിയാലും മറുപടി ഉറപ്പാ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് മറുപടിക്ക് വേണ്ടിയും ഒരു ലെറ്ററിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ മുമ്പിൽ ഒന്നിനും കുറവില്ല. ഏത് വിഷയത്തിനും മുട്ടുമടക്കിയാലും പോയിട്ട് പിന്നെ വാന്ന് പറയത്തില്ല. ഓക്കെ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഞാൻ റെഡിയായിരിക്കുക എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. ആമേൻ. ഈ 14-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചു വരുമ്പോൾ അതിനകത്ത് മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വാക്ക് 19-ൽ പറഞ്ഞു, പിന്നെ ശിഷ്യന്മാർ ആമേൻ സ്തോത്രം സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് ആമേൻ ആമേൻ ഞങ്ങൾക്ക് അതിനെ ആക്കേണ്ടത് ആക്കേണ്ടതിന് എന്ത് എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ എങ്ങനെ അതിനെ പുറത്താക്കണം? പലപ്പോഴും യേശു കർത്താവ് ഇവരോട് ഇവരുടെ വിശ്വാസം കണ്ടവരോട് വിളിക്കുന്ന വാക്കാണ്, അല്പവിശ്വാസികളെ നോക്കിക്കേ, ഞങ്ങൾക്ക് ഇതിനെ പുറത്താക്കാൻ കഴിയുന്നില്ല. ഇതെങ്ങനെയാ, നീ എന്തുകൊണ്ടാണ് ഇതിനെ പുറത്താക്കുന്നത് ചോദിച്ചു. കർത്താവ് എന്താ പറഞ്ഞത്? 20-ാമത്തെ അവൻ അവരോട് നിങ്ങൾ അല്പ വിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾ എന്താണ്? നിങ്ങളുടെ അല്പവിശ്വാസം. വിശ്വാസം പൂർണ്ണമായി വന്നിട്ടില്ല. ഒരു കടുകുമണി എടുത്തിട്ട് ഒരു കവർ കടുക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ, ഒരു കവർ എന്ന് പറയുമ്പോൾ ഒരു ചാക്കല്ല, ഒരു കവർ 100 ഗ്രാമോ 50 ഗ്രാമോ അല്ലെങ്കിൽ 200 ഗ്രാമോ 500 ഗ്രാം വാങ്ങാറില്ല. ഒരു മാക്സിമം പോയി 250 ഗ്രാം കടുക് വാങ്ങും. വാങ്ങിയിട്ട് നിങ്ങൾ അതിനെ നോക്കിക്കേ, എല്ലാം നിറഞ്ഞിരിപ്പുണ്ട്. എല്ലാ കടുകുമണിയും നിറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കേ. അതിന് ഒരെണ്ണം നിങ്ങൾ കട്ട് ചെയ്ത് നോക്കണം, പൂർണ്ണമാണ്. പ്രൈസ് ദി ലോർഡ്. അത് പൂർണ്ണമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ കടുകുമണി വളരെ ചെറുതാ. കർത്താവ് എന്താ പറഞ്ഞേ? കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പറ, ഈ മലയോട് നീങ്ങി സമുദ്രത്തിലേക്ക് വീഴാൻ പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഈ കടുകുമണിയോളം വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാ ഈ നിങ്ങളെ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാനുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ടാ പലതും സംഭവിക്കാത്തത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിലേക്ക് വരണോന്നേ. ആമേൻ. അടുത്ത് ഒരു അത്ഭുതത്തിലേക്ക് വരാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 28-ാമത്തെ അത്ഭുതത്തിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. അതില് യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് പിറവിയിലൊരു കുരുടനെ സൗഖ്യമാക്കുന്നത് കാണാൻ കഴിയും. പിറവിയിലെ അവൻ കുരുടന. ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. 9-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ചേ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു.
ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശിലോഹാം എന്നതിന് അയക്കപ്പെട്ടവനെന്ന അർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ശിലോഹാംകുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞപ്പോൾ അവൻ മടിച്ചു നിന്നില്ല. പറഞ്ഞത് യേശുവ. നോക്കിക്കേ, തുപ്പൽ കൊണ്ടൊരു ചേറുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോ നിലത്ത് തുപ്പിയിട്ട് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവന്റെ കണ്ണിന്മേൽ പൂശി. ആമേൻ. അതെന്താ കർത്താവ് ഇങ്ങനെ ചെയ്യുന്നതല്ലേ? ആമേൻ. യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം, ലൂക്ക 13:2-4. സ്തോത്രം. ആമേൻ. ലൂക്ക സുവിശേഷം 9-ാം അധ്യായം 34-ാമത്തെ വാക്യം, പുറപ്പാട് 20:5. ആമേൻ. യോഹന്നാൻ 11:4. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവ് വ്യത്യസ്തമായ നിലയിൽ നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. അവിടെ യഹോവയായ ദൈവം ഒരത്ഭുതം അവിടെ ചെയ്യുന്നുണ്ട്. 20-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വന്നേ. പുറപ്പാട് പുസ്തകം 20:5. സ്തോത്രം. നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. വായിച്ചേ. 20:5 പുറപ്പാട്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായി ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും. നോക്കിക്കേ, ഒന്ന്, അവനെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. സ്തോത്രം. 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും 3-ാമത്തെ വാക്യം വായിക്കുമ്പോഴും ആമേൻ 2-ാമത്തെയും 1-ാമത്തെയൊക്കെ വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു വിഗ്രഹത്തെ നീ എന്ത് ചെയ്യരുത്, ഉണ്ടാക്കരുത്. സ്തോത്രം. അത് പറഞ്ഞു വന്നിട്ടാ പറഞ്ഞത്. ആമേൻ. സ്തോത്രം. ഈ തലമുറകളുടെ മേൽ സന്ദർശിക്കുമെന്ന് പഴയ നിയമത്തിൽ മോശയുടെ കൈപ്പടയാൽ എഴുതിയിരിക്കുന്ന ഈ പ്രമാണത്തിനകത്ത് അവൻ അന്നേ എഴുതി വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന്. എന്നാൽ സകലത്തിൻ്റെയും വിരാമം കുറിച്ചുകൊണ്ട് കർത്താവ് പുതിയ നിയമത്തിലേക്ക് പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഗലാത്യലേഖനം വിളിച്ചു പറയുന്നു, മരത്തിന്റെ മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. സകല ശാപത്തെയും വഹിച്ചുകൊണ്ട് കർത്താവ് മരത്തിന്റെ മേൽ തൂങ്ങിയത്. സ്തോത്രം. അതാണ് ഇവിടെ നമ്മൾ 9-ാമത്തെ അധ്യായം നമ്മൾ യോഹന്നാൻ സുവിശേഷം പഠിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന നോയിക്കേ, അവൻ പിറവിയിലെ കുരുടനായിട്ട് മോശയുടെ ന്യായപ്രമാണത്തെ ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കുകയാണ്. റബി ശിഷ്യന്മാർ റബി ഇവൻ കുരുടനായത് പിറവിയിൽ പിറക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോടോ എന്ന് ചോദിച്ചതിന് അതിന് യേശു, അവനെങ്കിലും അവന്റെ അപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിപ്പെടാനത്രേ. കണ്ടോ, ചൊല്ലു പറയാറുണ്ട്. ആമേൻ. ചിലതൊക്കെ സംഭവിച്ചു, അതെ നിന്റെ പാപം കൊണ്ടാ. നോ, ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാ. സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ കർത്താവ് വ്യക്തമായി ന്യായപ്രമാണത്തെ ഖണ്ഡിച്ചുകൊണ്ട് പുതിയ നിയമത്തിൽ കർത്താവ് ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു രോഗം വന്നു, അയ്യോ അത് നിന്റെ കുടുംബ പാരമ്പര്യം അല്ല, നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാനാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഷുഗർ വന്നു കഴിഞ്ഞാൽ ചോദിക്കും, അപ്പന് ഷുഗർ ഉണ്ടോ, അമ്മയ്ക്ക് ഷുഗർ ഉണ്ടോ? BP ഒന്ന് ചോദിക്കും, അപ്പന് BP ഉണ്ടോ, അമ്മയ്ക്ക് BP ഉണ്ടോ? ആഹാ, അതെന്താ അങ്ങനെ ചോദിക്കുന്നേ? അപ്പന് BP ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് BP, അത് തുടർച്ചയായിട്ട് വരില്ല. നിന്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ വേണ്ടിയാ. ഒരു വിഷയം വരുമ്പോ അതിങ്ങനെ അല്ലെന്ന്, നിന്നിൽ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താനാ. ഇന്ന് രാത്രി ആരോടൊക്കെ ജീവിതത്തിനകത്ത് ഒരു പ്രവൃത്തി വെളിപ്പെടുത്താൻ വേണ്ടിയാ ചില രോഗങ്ങൾ വരുന്നത് കേട്ടോ. ആമേൻ. സ്തോത്രം.
ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വേണ്ടി എത്രേ, ദൈവനാമ മഹത്വപ്പെടാൻ വേണ്ടി എത്രേ, നിന്റെ ദേശത്തില് നിന്നിൽ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. നിന്റെ ചാർച്ചക്കാരുടെ ഇടയില്, നിന്റെ കുടുംബത്തില്, നിന്റെ സഭയില്, നീ നിൽക്കുന്ന പട്ടണത്തില് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. ആമേൻ. ബെഥാനിയയില് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് കണ്ടില്ലേ? ഒരിക്കലും ലാസർ മരിക്കേണ്ടവനല്ല. പിന്നെ എന്താ മരിച്ചത്? എന്താ അവൻ മരിച്ച് പെട്ടിക്കകത്താക്കി 4 ദിവസം നാറ്റം വെച്ചത്? ഒരു മഹത്വം അവിടെ വെളിപ്പെടണം. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ അഭിഷക്തന്മാരെ, ആമേ, ഞാൻ ബഹുമാനിക്കുന്ന ദൈവഭക്തന്മാരെ, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ അത് പിതാക്കന്മാരുടെ പാപമല്ല. കുടുംബത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയാ. ഇന്ന് രാത്രിയിൽ ആ പ്രവൃത്തി വെളിപ്പെടുവാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ വിടുതൽ ഉറപ്പാകട്ടോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ബി പി ഉണ്ടായിരുന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ചോദിച്ചു, ആമേൻ, അമ്മയ്ക്കുണ്ടോ? ആഹാ. അപ്പനുണ്ടോ? ഞങ്ങട്ട് അവരെല്ലാം മരിച്ചുപോയി. സഹോദരങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അവനില്ല. പാരമ്പര്യം വരെ കൊണ്ടുവരിക. ഞാൻ പറഞ്ഞു അവരെല്ലാം മരിച്ചു പോയില്ല, മണ്ണടിയിലായില്ല. ഇനി നീ എവിടുന്ന അതിന് നൂല് പോലെ വരാൻ? പിന്നെ ഇതെങ്ങനെയാ? സ്തോത്രം. അദ്ദേഹത്തിനും അറിയത്തില്ല. അദ്ദേഹം പാരമ്പര്യം വെച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി പാരമ്പര്യം വിടുന്നേ. സ്തോത്രം. ആമേൻ. ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടാൻ വേണ്ടി, നിനക്കൊരു അത്ഭുത സാക്ഷ്യം പറയാൻ വേണ്ടിയാ ചിലതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിന്നെ ഒരു സാക്ഷ്യമായി നിർത്തുവാൻ വേണ്ടി എത്രേ. പ്രൊഫസർ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാ, എന്നെ അവിടെ നിന്ന് BP ചെക്ക് ചെയ്യുന്ന ആ റൂമിനകത്ത് ഡോക്ടർ പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന്. എന്താ അവൻ നാവിന്നൊന്നെന്നറിയാമോ? ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യാനുണ്ടെന്ന്. ദൈവം ഇതിലെ ദോഷത്തിനായി ചെയ്യുന്ന ദൈവമല്ല ഇത്. ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയ ശിഷ്യന്മാർ യേശുവിന്റെ പിന്നാലെ നടന്നിട്ടും അവർക്ക് പലതും കണ്ടിട്ടും കാണാത്തവരെ പോലെ അവർ സഞ്ചരിച്ചപ്പോഴും ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നാ. ഹല്ലേലൂയ. കർത്താവിന് ചെയ്യണം, അത്ഭുതം ചെയ്യണം. പക്ഷെ ഇവർ പലരും വിശ്വാസമില്ലാത്തവരായിപ്പോയി. ദൈവത്തിന് മുമ്പിൽ വിശ്വാസം വരട്ടെ, പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കട്ടെ. വലിച്ചുമാരി എല്ലാ വിഷയവും പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിക്ക്. ഒരു വാക്കെങ്കിലും മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? സ്തോത്രം. അതിന് മറുപടിയുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി ചെവി കോർക്കുന്ന ചിലരുണ്ട്. സ്തോത്രം. ഞാൻ ചില ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ ആ റൂം വിക്കറ്റ് ചെയ്യുന്ന മുമ്പ് ഞാൻ അവിടെ ഒന്ന് എഴുതി വയ്ക്കും, പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു എത്ര നല്ലവൻ. സ്തോത്രം. അതിലൊരു ഹോട്ടൽ മാത്രം തിരിച്ചറിഞ്ഞു. ആമേൻ. പിന്നെ അവിടെ ചെന്നപ്പോൾ അവർ ചോദിച്ചു, ആ കത്ത് എങ്ങനെ എഴുതിയത്? 2 വരി എഴുതി നിർത്തി കളഞ്ഞല്ലോ. എന്താ അത്? അത് ക്ലീൻ ചെയ്ത, ആമേൻ, ആ ക്ലീനിങ്ങിന് പോയ ആ സഹോദരി ക്ലീൻ ചെയ്തപ്പോൾ ഇതെടുത്ത് വായിച്ചു. അവർ കരഞ്ഞുകൊണ്ട് ആ തുണ്ട് കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവവൈതലേ, ചിലപ്പോൾ നിൻ്റെ ഒരു വാക്കായിരിക്കും ഒരാളിന് വിടുതൽ വ്യാപരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയായിരിക്കും, ചിലപ്പോൾ നിങ്ങളിടുന്നൊരു വാക്യമായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാക്യത്തിൻ്റെ ഒരു വരിയായിരിക്കും നിങ്ങളിടുന്നത്. അതിനകത്ത് ഒരു വിടുതൽ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. പറയാൻ 100 കണക്കിന് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. ഇന്ന് രാത്രി എവിടെയെങ്കിലും നീ മുട്ടുമടക്കി ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി നിന്നെ തേടി വരും. ആഹാ, വചനമുണ്ട് കേട്ടോ. സങ്കീർത്തനം 27 എന്താ പറയുന്നത്? ആമേൻ. എളിയവനെ ആദരിക്കുന്നവനെ, പറ, എളിയവനെ ആദരിക്കുന്നവനെ. അടുത്ത വാക്യം, അനർത്ഥ ദിവസത്തിൽ യഹോവ തൻ്റെ കൂടാരത്തിൽ അവനെ മറയ്ക്കും. അടുത്ത വാക്ക്, തിരുനിവാസത്തിന്റെ മറവിൽ അവനെ മറയ്ക്കുകയും, അടുത്തെന്താ, പാറമേൽ അവനെ ഉയർത്തും. ആര്? എളിയവനെ ആദരിക്കുന്നവനാ, എളിയവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാ, എളിയവന് വേണ്ടി ആമേ സ്തോത്രം ചില നീക്കിയിരിപ്പുകൾ വയ്ക്കുന്നവനാ, എളിയവനെ കൈക്ക് പിടിക്കുന്നവനാ, എളിയവന് വേണ്ടി ആമേ നെഞ്ചോട് ചേർത്ത് നിർത്തി ഇടിവിൽ നിൽക്കുന്നവന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തനെന്നേ അത് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ.
ആമേൻ, ഇല്ലായ്മയിൽ കൈ തുറന്നാൽ നിനക്കൊരു വിഷയം വരുമ്പോൾ കർത്താവ് അതിനെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ ആകട്ടെ. ആമേൻ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് സർവശക്തൻ. അല്ലാതെ പിതാക്കന്മാരോ ആമേൻ അവരുടെ കുടുംബങ്ങളോ ഒന്നും അല്ല കൊണ്ടുവന്നത് ഈ പ്രശ്നമൊന്നും. ഹല്ലേലൂയ. അതൊന്നും പറഞ്ഞ് ആരെയും പേടിപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. അതൊന്നും അല്ല പ്രശ്നം. ആമേൻ. എന്ന് നോക്കൂ, യോഹന്നാൻ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന് 4-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ, യോഹന്നാൻ 4:34 പഠിക്കുമ്പോഴും 11:9 12:35 പഠിക്കുമ്പോഴും, റോമർ 13:12 ഗലാത്യർ 6:10 വായിക്കണേ. ഗലാത്യർ 6:10. ആമേൻ. ഒന്ന് വായിച്ചേ. ഗലാത്യർ ലേഖനം 6:10 ഒന്ന് വായിച്ചേ. അവിടെ എന്താ വായിക്കുന്നത് എഴുതിയിരിക്കുന്നത്? വായിച്ചേ. 6:10. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. സ്തോത്രം. നമ്മൾ പാടാറുണ്ട്, നന്മയല്ല ഇതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനെന്നിൽ പകരുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനെന്നിൽ പകരുന്നവൻ യേശു 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 ആരിലും വലിയവൻ. ഇന്ന് രാത്രി പറ്റുമെങ്കിൽ സകവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. സ്തോത്രം. ഗലാത്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോ കർത്താവ് ചെയ്ത അത്ഭുതത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, ദൈവവൈതലേ, നമ്മളുടെ തുടക്കം, നമ്മളിൽ തുടക്കം ഇതാണ് അത്ഭുതം. പറ്റുമെങ്കിൽ സകവിശ്വാസികൾക്കും ഒന്ന് താങ്ങുക. അവരൊന്ന് താങ്ങിയാൽ അടുത്തൊരു മനുഷ്യന്റെ ഒന്നും കൂടെ ആകുമ്പോൾ അവർ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മളിൽ കൂടെ ദൈവം ഉദ്ദേശിക്കുന്ന അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ഇവിടെ എഴുതി, ഏവർക്കും വിശേഷാൽ ആമേൻ കിട്ടും പോലെ നാം ഏവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും. അവിടെ ഒരു കാര്യം പറയാം, സഹസ്നേഹികൾക്ക് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഒരു കാക്ക ലൈനിൽ തട്ടി ഷോക്കടിച്ച് താഴെ വീണൻ്റെ ജീവൻ പോയി. ഒരു സെക്കൻഡ് കഴിയണ്ട. ആമേൻ. നിങ്ങൾ കണ്ടു കാണും, അവിടെ ഒന്നും ആ വഴി കൂടെ പോകാനേ പറ്റില്ല. ഒരാൾ അതുവഴി പോയാൽ പിന്നെ റെഡിയാ. കാരണം അതിൻ്റെ കൂടെ ഉള്ള ഒരെണ്ണമാണ് ചത്ത് കിടക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 1000 ഒന്നും അല്ല കേട്ടോ, 10,000 ഒന്നും അല്ല വന്ന് കൂടുന്നേ. ഹല്ലേലൂയ. അതിന് ജാതിയും മതമൊന്നുമില്ല. അത് വന്ന് കൂടുന്നു നോക്കേ. ആമേൻ. 100 കണക്കിന് കാക്കകൾ ആമേൻ അവിടെ വിളിയായിരിക്കും. കുറച്ചെണ്ണം വട്ടമിട്ട് പറക്കും. അത് സഹജീവികളാണത്. എന്നാൽ ഇവിടെ പറയുന്നത് സഹവിശ്വാസികൾ, കൂടെ ഇരുന്ന് ആരാധിക്കുന്നവർക്കെങ്കിലും ഒന്ന് താങ്ങാൻ നീ തയ്യാറായാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നോക്കേ, 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോ, വായിച്ചേ 11-ാമത്തെ വാക്യം. നോക്കുവിൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. കണ്ടോ? സ്വന്തം കൈകൊണ്ട്. നോക്കുവിൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ ആമേൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ആമേൻ. 12 മുതൽ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഹല്ലേലൂയ. ഒരു വിശ്വാസ ജീവിതത്തിനുള്ള അത്ഭുതം ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ പൗലോസ് എഴുതി വച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 27-ാമത്തെ അത്ഭുതത്തിലേക്ക് വരുമ്പോൾ, 28-ാമത്തെ അത്ഭുതത്തിലേക്ക് വരുമ്പോൾ, പിറവിയിലെ കുരുടനെ ആമേൻ
ഐക്യപ്പെടുത്തുന്ന യേശുവിനെ അവിടെ കാണാൻ കഴിയുന്നു. അവൻ പിറവിയിലെ അവൻ്റെ അമ്മയുടെ ഉദരം മുതലേ അവൻ കുരുടനായ ഒരു വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു സംശയം അവിടെ പരീശന്മാരുടെ ഇടയ്ക്കും ശാസ്ത്രിമാരുടെ ഇടയ്ക്കും ഒരു സംശയമുണ്ടായിരുന്നു. പിതാക്കന്മാർ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപം മക്കളുടെ മേൽ ആമേൻ ഇതേപോലുള്ള അസുഖങ്ങൾ വരുമോ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ള ഒരു രീതി ഇവരുടെ മേൽ ഉണ്ടായിരുന്നു. ഇല്ല, ഒരിക്കലും ചിന്തിക്കണ്ട, അങ്ങനെ ഒരു സംഭവമേ വേദപുസ്തകത്തില്ല. പിതാവ് പാപം ചെയ്താൽ പിതാവ് അനുഭവിക്കും, പിതാവ് പാപം ചെയ്താൽ പിതാവ് അനുഭവിക്കും, മാതാവ് പാപം ചെയ്താൽ മാതാവ് അനുഭവിക്കും. സ്തോത്രം. എന്ന് അവനവൻ ചെയ്യുന്നത് പറ നല്ലതാകിലും പറഞ്ഞേ തീകതായിലും അടുത്ത് തക്ക ഫലം ലഭിക്കേണ്ടതിന്. ആ വാക്യം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ എടുത്ത് വായിച്ചേ. ആമേൻ, ആമേൻ. ഇത് അവനവൻ നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കും. വാക്യം വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. എടുത്തിട്ട് വായിച്ചാൽ മതി. അവനവൻ ചെയ്യുന്നത് നല്ലതായാലും തീകതായാലും തക്കവണ്ണം പ്രാപിക്കണം, ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതായി വരും. എവിടെ പറഞ്ഞേ? ന്യായാസനത്തിങ്കൽ. അവിടെ ഇടയ്ക്കൂടെ കൈ നീട്ടുന്ന കുമുസ്തനൊന്നുമില്ല. ചെയ്യുന്നത് തക്ക സമയത്ത് തക്കത് പ്രാപിക്കാൻ. ഇവിടെ ചെയ്യുന്നത് ഇടം കൈ ചെയ്യുന്ന വലം കൈ അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരുത്തനുണ്ട് മേളില്. ഹല്ലേലൂയ. മക്കളെ മറയ്ക്കാം, അപ്പനെ മറയ്ക്കാം, അമ്മയെ മറയ്ക്കാം, ഭർത്താവിനെ മറയ്ക്കാം, ഭാര്യയെ മറയ്ക്കാം, പാസ്റ്റർ മറയ്ക്കാം, പ്രവാചകനെ മറയ്ക്കാം, എല്ലാരെയും മറയ്ക്കാം. മറയ്ക്കാത്ത രണ്ട് കണ്ണുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് യേശു പറഞ്ഞ വാക്കാ. ന്യായാസനത്തിന് മുമ്പിൽ വരണം. ഒരു ന്യായാസനമുണ്ട്, ഒരു വെള്ള സിംഹാസനമുണ്ട്. ആ ബാലവൃത്തം ജനവും അവിടെ വരണം. അത്ഭുതം ചെയ്യണം. അത്ഭുതം അല്ലാതെ ശിഷ്യന്മാരോട് പറയാ ഇതൊന്നും അതല്ല, ഇത് പിതാവ് ചെയ്ത പാപമൊന്നുമല്ല, ഇത് അവനിൽ ഈ കുരുടനിൽ ഒരു പ്രവൃത്തി വെളിപ്പെടണം. അല്ലാതെ അവന്റെ അപ്പന്റെ മേലല്ല വെളിപ്പെടേണ്ടത്, അമ്മയുടെ മേലല്ല, സഹോദരന്മാരുടെ മേലല്ല, ഇവന്റെ മേൽ വെളിപ്പെടണം. ഇന്ന് രാത്രി നിന്റെ മേൽ വെളിപ്പെടണം. അതുരകരാജകൽക്കനാദി നിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം ഇന്ന് രാത്രിയിൽ. ആ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ നിന്നെ ലേശം അറിയും. നിന്നിൽ കൂടെ ദൈവം പ്രവർത്തിക്കണം ഇന്ന് രാത്രി. അതാ ദൈവത്തിന്റെ പദ്ധതി എന്ന്. അല്ലാതെ പിതാക്കന്മാർ ചെയ്ത പാപമൊന്നും തലമുറയിലൊന്നും വരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആരും ചിന്തിക്കണ്ട എൻ്റെ പിതാവ് ചെയ്ത പാപമാണെന്ന് തലമുറ അനുഭവിക്കുന്നത്. അങ്ങനെ പറയേ ചെയ്യരുത്. അത് ശുദ്ധ മണ്ടത്തരമാ, തെറ്റാ. ഹല്ലേലൂയ. ഒരിക്കലും പിതാവ് ചെയ്യുന്നത് പിതാവ് തന്നെ അനുഭവിക്കും. അമ്മ ചെയ്യുന്നത് അമ്മ തന്നെ, മക്കൾ അനുഭവിക്കത്തില്ല. സ്തോത്രം. എൻ്റെ പിതാവ് ഒരു വിഗ്രഹം ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു, അമ്പലവാസിയായിരുന്നു, അമ്പലത്തിലെ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു എന്ന് വച്ച് സ്തോത്രം ആ പാത ഞാൻ പിന്തുടർന്നു. കർത്താവിന്റെ രക്തം കൊണ്ട് കഴുകി പുറത്തെടുത്തു. ഹല്ലേലൂയ. എന്നുകൊണ്ട് ആ വിഗ്രഹത്തിന്റെ പരിപാടി എൻ്റെ മുമ്പിൽ വരത്തില്ല. എന്നിൽ വ്യാപരിക്കുന്നത് തീയാണ്. പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ പൈതലേ, നിന്നിൽ വ്യാപരിക്കുന്ന അഗ്നി ആയിരിക്കട്ടെ. നിന്റെ കാൽപാദം ആ ബൗണ്ടറിക്കകത്ത് ഊന്നുമ്പോൾ ദുഷ്ടൻ ഇരിപ്പട എണീറ്റൊരു ഓട്ടമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തെയും നിന്നെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന പോരുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. ചിന്താമണ്ഡലങ്ങൾ ശുദ്ധിയാകട്ടെ. ഇത് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. സ്തോത്രം. ചില കടങ്കഥകളും പഴങ്കഥകളും ചൊല്ലി നിന്നെ പുറത്തേക്ക് വിടാതെ കെട്ടിയിട്ടിരിക്കുന്ന ചില പോരുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. കർത്താവ് പറഞ്ഞു നിന്നിൽ കൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരു ദൈവദാസനോട് പറഞ്ഞു, ദൈവദാസനെ വിവാഹം കഴിഞ്ഞിട്ട് 4-5 വർഷമൊക്കെ ആയില്ലേ, ഇനി ഒരു കുഞ്ഞിനെ ദത്തെടുക്കണം. ഇപ്പോൾ വയനാട് ദുരന്തമൊക്കെ കഴിഞ്ഞ്
കുറച്ച് പിള്ളേരൊക്കെ ഇങ്ങനെ നിപ്പുണ്ട്, ഒരെണ്ണം ദത്തെടുക്കണം. ആമേൻ. അപ്പോഴാണ് എൻ്റെ എൻട്രി ആ ചർച്ചിലേക്ക്. സഭയൊന്നും പറയുന്നില്ല, പേരും പറയുന്നില്ല. ദൈവാത്മാവ് ദൂത് അങ്ങോട്ട് അറിയിച്ചു. സ്തോത്രം. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും വന്ന് മുട്ടുമടക്കി. എല്ലാം അവിടെ ആ സമയത്ത് തന്നെ വേറെ 3 പേരുണ്ടായിരുന്നു. സ്തോത്രം. അവരൊന്നും ഇതിനകത്തില്ലാത്തതുകൊണ്ട് ഞാൻ ആണ് പറയുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കൂ. അദ്ദേഹത്തിനോട് എല്ലാവരും പറഞ്ഞു, എടുക്ക് എടുക്ക് എടുക്ക്, 3-4 വർഷമായില്ലേ, എടുക്ക് എടുക്ക്. ഇദ്ദേഹം ആ ഒരു വാക്ക് പറഞ്ഞു, അബ്രഹാമിൻ്റെ കടികാരത്തിൽ നിന്ന് കുഞ്ഞിനെ കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തലമുറ തരാൻ ദൈവശക്തനാ. സ്തോത്രം. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെല്ലുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് സംസാരിപ്പാൻ തുടങ്ങി. ഇന്ന് രാത്രി പറയട്ടെ, ദൈവപൈതലേ, നിന്നെ ആര് പ്രസ് ചെയ്താലും ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് തരാമെന്ന് പറഞ്ഞെങ്കിൽ അവൻ തരും. സ്തോത്രം. ശ്രദ്ധിക്കൂ. ഈ മീറ്റിംഗ്, സൺഡേ മീറ്റിംഗ് കഴിഞ്ഞ് ആമേൻ, ഹല്ലേലൂയ, ഞാൻ യാത്ര ഇറങ്ങി വണ്ടി കയറുന്ന സമയത്ത് എൻ്റെ പറഞ്ഞത് ഇങ്ങനെയാണ്, അഭിഷേകനെ ആമേൻ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ ഒരു സ്വർഗമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഉറപ്പായും 25 കഴിയും മുമ്പേ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അടുത്ത മീറ്റിങ്ങിന് കർത്താവിന് വരെ താമസമെങ്കിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ഒക്കത്ത് ദൈവം തലമുറയെ തരും. പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി ആമേൻ, എവിടെയെല്ലാം നമ്മുടെ ആമേൻ വായിൽ നിന്ന് ദൂതുകൾ വീണിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ നിനക്ക് വേണ്ടി തരാൻ ദൈവം സർവശക്തനാ. ഹല്ലേലൂയ. ആമേൻ. എന്തോ ആ ദൂത് വന്ന് കയറി പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. നോക്കിക്കേ, ഇവിടെ അടുത്തൊരു വാക്യത്തിലേക്ക് വരാമോ? യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ ആമേൻ അധ്യായം 4-ാമത്തെ വാക്യവും ആമേൻ അതിൻ്റെ 5, 6, 7, 9 വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിക്കാമോ? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. സ്തോത്രം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവനാണ് ഈ കുരുടന്റെ കണ്ണിനെ തുറന്നത്. ഇന്ന് രാത്രി ജീവനുള്ളത് ഈ രാത്രി ചില തുറക്കാൻ പോകുക. ശത്രു എത്ര അടച്ചു വച്ചാലും ചില നിമിഷങ്ങൾ മാത്രമേ ഇരിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ തുറന്നു വിടാൻ ആമേൻ കർത്താവ് നിന്റെ അടുത്ത് വരും. ഇന്ന് രാത്രി നിനക്ക് ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുന്ന ചില ഉറവകളെ ആമേൻ സ്തോത്രം, നിന്റെ അയ്യത്തൂടെ ഒഴുകേണ്ട ഉറവകളെ ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുന്ന ചില പൈശാചിക കെട്ടുകളെ ഇന്ന് രാത്രി പൊട്ടിച്ച് നിന്നെ പുറത്ത് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ വേണ്ടി ആ ചില വേദനകൾ ജീവിതത്തിൽ കടന്നു വരുന്നത്, ചിലർ പരസ്യമായൊക്കെ നമ്മെ അപമാനിക്കുന്നതൊക്കെ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ. ആമേ, നിന്നെ കണ്ട് കൂകിയവർ ഒരു സമയം നിന്നെ കാണുമ്പോൾ കൈയടിക്കും, കൈകൊട്ടി ചിരിച്ച് നിന്റെ അടുത്ത് വന്ന് നിന്നെ ആലിംഗനം ചെയ്യും. ആമേ, ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, നിന്നെ ആലിംഗനം ചെയ്യേണ്ട സമയം വിദൂരമല്ല. വൈഡകരാജകൽക്കനാദി എന്ന് രാത്രി ഇതിനെ ആലിംഗനം ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് കർത്താവിന് വേണ്ടി നിൽക്കാൻ നീ തയ്യാറാകുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുന്നൊരു ദൈവമെന്ന് ഇന്ന് രാത്രി ആലോചന മറന്നു പോകരുത് കേട്ടോ. ഇവൻ പിറവിയിലെ കുരുടനാ. പക്ഷേ ഒരു കാര്യമുണ്ട്, പിറവിയിലെ കുരുടനായിരിക്കുന്ന വ്യക്തിക്ക് ഒരു ചാൻസുമില്ല. പക്ഷെ ഒരു കാര്യം, ആമേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ മുമ്പിൽ ആര് മുട്ടുമടക്കുമോ നോ എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. സ്തോത്രം. നമ്മൾ പലപ്പോഴും പറയും നടക്കത്തില്ല കേട്ടോ, ഒരു 21 ഇരിക്കേണ്ടി വരുമെന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവ് പറയുന്നതാ, നിനക്ക് വിശ്വാസമുണ്ടോ? കൊണ്ടുവന്നവന് വിശ്വാസമുണ്ടോ? ഉണ്ട്. എങ്കിൽ ആമേൻ, ഇന്ന് ഈ സമയം ഇവൻ വിടുതൽ പ്രാപിക്കാൻ പോകുക. ഇത് വെറുതെ അല്ല കേട്ടോ. കാഴ്ച, കണ്ണിൻ്റെ പിരിയൊന്നുമില്ല, കണ്ണിൻ്റെ ഒരു കൺപോള പോലും അവിടെ ഇല്ല, ഒന്നുമില്ല, ബ്ലാങ്ക. സ്തോത്രം. ആമേൻ. ഒരു കണ്ണ് അവിടെ ഉള്ളതായിട്ടുള്ള ഒരു തെളിവും അവിടെ ഇല്ല.
എന്നാൽ അവിടെ ഫുൾ ബ്ലാങ്ക് ആയിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ഫുൾ ബ്ലാങ്ക് ആയിരിക്കുന്ന ആ ഫേസിലേക്ക് പഞ്ചേന്ദ്രിയങ്ങൾ 4 ഉണ്ട്, പക്ഷെ ഒന്ന് മാത്രമില്ല. ആ ഒരെണ്ണത്തിനെ ഉളവാക്കാൻ സ്വർഗത്തിലെ ദൈവം ഉദരത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ പോലും ഒരു തെളിവും കൊടുക്കാതെ അവനെ പുറത്തു കൊണ്ടുവന്ന് ആ പുരുഷാരെ നോക്കി നിൽക്കെ, ആൾക്കൂട്ടം നോക്കി നിൽക്കെ, അവനെ സൗഖ്യമാക്കാൻ മാത്രമല്ല അവന്റെ അകത്ത് ആമേൻ ഒളിച്ചു വച്ചിരിക്കുന്ന കാഴ്ചകളെ പുറത്തെടുക്കാൻ, അവന്റെ നഗ്നനേത്രം പുറത്തു കൊണ്ടുവരാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവ് കഴിഞ്ഞു. മനസ്സിലായോ? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ആ കുഞ്ഞിനെ കണ്ണിന്റെ പിരിയമോ കൺപോളയോ ഒന്നുമില്ലെന്നേ, വെറും ബ്ലാങ്കാറ്റിരുന്ന, ഒരു ഷേപ്പ് പോലും ഇല്ലാതെ വെറും ബ്ലാങ്കാറ്റിരുന്ന ഒരു കണ്ണിന്റെ ഭാഗത്തെ കണ്ണ് വച്ച് പിടിപ്പിച്ചെങ്കിൽ, ആ തുപ്പലിൽ കൂടെ ദൈവശക്തി വെളിപ്പെട്ടെങ്കിൽ, ഉടമാരബൽഖനാദി ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവർത്തിയതിനകത്ത് വെളിപ്പെടാൻ പോകയാ. ദൈവത്തിന്റെ കരസ്പർശം എവിടെ വന്നിട്ടുണ്ടോ അവിടെ വിടുതൽ വ്യാപരിക്കുന്നുണ്ട്. ഒരു ദൂത് പറയാം കേട്ടോ. ഹല്ലേലൂയ, ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേ. സരസ്വതി ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു കേട്ടോ. ആമേ, വെള്ളം കൊണ്ട് മൂടി വച്ചിരുന്ന ചില സ്ഥലങ്ങൾ വെള്ളം കൊണ്ട് മൂടി വച്ചിരിക്കുക. ആ സ്ഥലം കാണാൻ കഴിയാതെ വെള്ളം കൊണ്ട് ഇസ്രായേലിന്റെ മുമ്പിൽ മൂടി വച്ചു. ആമേ, ഭൂമിയെ മൂടി വച്ചു, വഴിയെ മൂടി വച്ചു. എന്നാൽ ഒറ്റ വാക്കിൽ മൂടി വച്ചിരുന്ന വഴിയെ ദൈവം തുറന്നു കൊടുത്തതുപോലെ, ഓ റിബലബ ശംബബ രഗൽഖനാദി, വെള്ളം കൊണ്ട് മൂടി വെച്ചു. വെള്ളം കൊണ്ട് ആമേ കിണറിനെ ആമേ വെള്ളം ആമേ പുറത്ത് കാണാതെ കല്ലിട്ട് മൂടിക്കളഞ്ഞതുപോലെ, ഇതുപോലെ വെള്ളം കൊണ്ട് മൂടി വച്ചിരുന്ന വഴിയെ ഒറ്റ വാക്കുകൊണ്ട് ആ വെള്ളം 2 ഭാഗത്തേക്ക് പിരിഞ്ഞു മാറി. ഇന്ന് രാത്രി ദൈവദാസിയെ പ്രാർത്ഥിക്ക്. ചില വർഷങ്ങളായി ചിലത് മൂടി വച്ചിരിക്കുകയാ. ഒരിക്കലും തുറക്കില്ല എന്ന് പറഞ്ഞ്, ഒരിക്കലും ഞാൻ മാറില്ല എന്ന് പറഞ്ഞ്, ആമേൻ തുറന്നു വരത്തില്ല എന്ന് പറഞ്ഞ്, ആമേൻ മറച്ചു വച്ചിരിക്കുന്ന മറകളെ നീക്കി ഇന്ന് രാത്രി വിടുതലയക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ഇന്ന് രാത്രി ഗുഡ് ബൈ പറഞ്ഞു. ജീവിതത്തിലെ പ്രതികൂലങ്ങളെ നോക്കി ഗുഡ് ബൈ പറഞ്ഞു. എന്റെ കർത്താവ് ചെങ്കടലിനെ 2ആയി പിളർന്ന് ആമേ ഉണങ്ങിയ നിലം കൊടുത്തതുപോലെ, ആമേ വഴുവഴുപ്പല്ല കൊടുത്തത്, ആമേ ഉണങ്ങിയ നിലത്തുകൂടെ മറുകര കടന്നതുപോലെ നിനക്കെതിരെ മൂടി വച്ചിരിക്കുന്ന ചില വഴികളെ ദൈവം തുറക്കാൻ പോകുകയാ. അപ്പോൾ നീ അറിയും, ഈ വെള്ളത്തിൽ ഒരു വഴി ഉണ്ടായിരുന്നു, ഇതിനകത്തൊരു വഴി ഉണ്ടായിരുന്നു, ഇതിനകത്തൊരു നീർച്ചാലുണ്ടായിരുന്നു, ഇതിനകത്തൂടെ എനിക്ക് അപ്പുറത്ത് മറുകര കടക്കാമായിരുന്നു എന്ന് നീ വിശ്വസിക്കുന്ന നാഴിക അടുത്തു വന്നിരിക്കട്ടെ. ഇന്ന് രാത്രി വഴികൾ തുറക്കാൻ പോകുകയാ. ആമേൻ, 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 ആമേൻ. ശമനപരഗതന വൈഡകരാജകൽഖനാദി, ആമേ, ഒരു യാത്രയ്ക്കുള്ള വഴി തുറക്കുന്നു കർത്തദാസിയെ. ഒരു യാത്രയ്ക്കുള്ള ഒരു പുറപ്പാടിന്റെ ആമേ വഴി തുറന്നു വെച്ചിരിക്കുക ദൈവം. നിങ്ങൾക്കൊരു യാത്രയുണ്ട്. തമ്പുരാൻ പറയും, നിനക്കൊരു യാത്രയുണ്ടെന്ന്. ആ വഴി തെളിഞ്ഞു വരാൻ വേണ്ടിയാ. ഇസ്രായേലിലും ഇസ്രായേലിലും യാത്രയുണ്ട്. ആ യാത്രയ്ക്ക് വേണ്ടി അവർ ഇവിടെ ഒരു സന്നാഹമായി 30 ലക്ഷം പേര് നിൽക്കുക. ഈ 1 ലക്ഷം പേരെ കടത്തിവിടാൻ 1.25 കിലോമീറ്റർ വീതിക്ക് ചെങ്കടലിനെ ആമേൻ ആ വെള്ളത്തെ നീക്കി വഴി തുറന്നതുപോലെ, ആമേൻ, ആമേൻ, നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ, ഹല്ലേലൂയ, വഴി തുറക്കാൻ ഇന്ന് രാത്രി കർത്താവിന് പദ്ധതിയുണ്ട്. ആരൊക്കെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ഇതിനകത്ത് ആരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്ക് വേണ്ടി, ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരു വഴി, എനിക്ക് വേണ്ടി ഒരു എൻട്രൻസ് ഇന്ന് രാത്രി ഓപ്പൺ ചെയ്യാൻ പോകുകയാ. നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. 28ാമത്തെ അത്ഭുതം പറഞ്ഞു തീരും മുമ്പേ ദൈവാത്മ പറയുന്നു, നിന്റെ പിറവിയിലെ ഉള്ള ചില അന്ധതകളെ എന്ന് രാത്രി തമ്പുരാൻ പൊട്ടിച്ചെറിയുകയാണ്.
ശബരപരഗതന വൈഡകരാജകൾ കനാദി അന്തൽ കമന ആമേൽ ആമേൽ ലിൻഡ പ്രാർത്ഥിച്ചോ, ലിറ്റി പ്രാർത്ഥിച്ചോ എന്ന് രാത്രി ആമേ പോരുകൾ അഴിയട്ടെ. ആമേ സ്തോത്രം. രാഹുൽ പ്രാർത്ഥിച്ചോ എന്ന് രാത്രി പ്രതികൂലങ്ങൾ അഴിയട്ടെ. സെവിൻ പ്രാർത്ഥിച്ചോ, ബിസിനസ് പ്രാർത്ഥിച്ചോ, ആമേ പ്രൊഫസർ പ്രാർത്ഥിച്ചോ ഇന്ന് രാത്രിയിൽ പ്രതികൂലങ്ങൾ മാറട്ടെ. ആമേ ചില വഴികൾ തുറക്കാൻ സാനിസിസ് പ്രാർത്ഥിച്ചോ, ഒരു വഴി ഓപ്പൺ ആയി വരികയാ. ആമേ പ്രൈസ് ദി ലോർഡ്. ദൈവമേ നീ പ്രാർത്ഥിച്ചോ, ചില വഴികൾ വെളിപ്പെടട്ടെ രാത്രി. ആമേൻ. എത്ര ശ്രമിച്ചിട്ടും ആ വഴി കാണാൻ കഴിയുന്നില്ല, എത്ര നോക്കിയിട്ടും വഴി കാണാൻ കഴിയുന്നില്ല അല്ലേ? നീട്ട് നിന്റെ വടിയെ. ഇന്ന് രാത്രി വരില്ല മോശെ എന്ന് പറഞ്ഞെങ്കിൽ ഈ രാത്രി അതേ ദൈവം പറയുന്നു, നിന്റെ കൂടെയുണ്ട് മോശെ ഞാൻ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയാ, ദൂത ദൈവാത്മാവ് എന്നോട് അറിയിക്കാൻ പറയുക. ഹല്ലേലൂയ. സാനി സിസ്റ്ററെ പ്രാർത്ഥിച്ചോ, മോശയുടെ കയ്യിലേക്ക് ദൈവാത്മാവ് കയറിയെങ്കിൽ നിങ്ങളുടെ നാവിലേക്ക് ദൈവാത്മാവ് കയറട്ടെ. ശമനപരകതുനി പറയുന്നത് സംഭവിക്കാൻ പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തങ്ങവേണ്ടി പ്രാർത്ഥിച്ചേ. വിരൽ ചൂണ്ടുമ്പോൾ ചിലത് മാറട്ടെ. ആമേൻ. കാൽച്ചുവട് വയ്ക്കുമ്പോൾ യോർദാൻ വറ്റിയതുപോലെ, യോർദാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു മാറിയതുപോലെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ, അക്കമിട്ട് നിരത്തി പ്രാർത്ഥിച്ചോ. പൈതലേ, നിന്റെ യാത്രയ്ക്കായി നീ പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടി ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോയ ദൈവം. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില ആമേ കൂറ്റൻ പാറകളുണ്ട്. ഈ രാത്രി പാറകൾ പൊട്ടിക്കുന്ന ദൈവം നിന്റെ മുമ്പിൽ ചില പാറകളെ പൊട്ടിക്കാൻ എൻ്റെ കർത്താവ് ശക്തനാ. പ്രൈസ്. ശുഡവനരഗതുനി അടപനരാജകൾ കനാദി. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ദൈവ പൈതലേ. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എല്ലാ കണ്ണുകളും അടച്ചു.